ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ജെ.സി. ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നമുക്കറിയാം ഓണം എക്സാം അടുത്തെത്തിയിരിക്കുകയാണ് അല്ലേ. ടൈം ടേബിൾ ഒക്കെ ഓൾറെഡി വന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി, വിരലെണ്ണാവുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്ക് എക്സാമിന് വയ്ക്കുള്ളൂ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മക്കളെ, അത് വേറൊന്നുമല്ല, പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മക്കളെ, ആ ക്വസ്റ്റ്യൻ എന്താണെന്നല്ലേ, ചോദ്യം ശ്രദ്ധിച്ചോളൂ മക്കളെ. ഇതാണ് ഒരു എസ്സേ. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു എസ്സേ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, നിങ്ങൾ നോക്കിയോ. ക്വസ്റ്റ്യൻ അവിടെ കാണാം. വിച്ച് എക്കോണമി ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് എക്കോണമി? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏത്? ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ള രീതിയിലേക്കാണ് ചോദ്യം കാണുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ആ എക്കോണമി ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ആ എക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടെത്തണം. മക്കളെ, നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമ്പദ് വ്യവസ്ഥ പ്രധാനമായിട്ടും മിക്സഡ് എക്കോണമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മക്കളെ ശ്രദ്ധിച്ചോ, ലോകത്തിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കണോമിക്സ് ഉണ്ട്. പ്രധാനപ്പെട്ട വിവിധ തരം സമ്പദ് വ്യവസ്ഥകളുണ്ട്. അത് 3 ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, രണ്ടാമത്തത് നിങ്ങൾക്ക് അറിയാൻ പറ്റും സോഷ്യലിസ്റ്റ് എക്കോണമി, മൂന്നാമത്താണ് ഇത് മിക്സഡ് എക്കോണമി. മക്കളെ, എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മുതലാളി, ഈ പറയുന്ന ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ ഫുൾ കൺട്രോളിങ് ആരായിരിക്കും? പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കൺട്രോൾ ചെയ്യുക. സ്വകാര്യ മുതലാളിയുമായിട്ടുള്ള സ്വകാര്യ ഉടമസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. രണ്ടാമതാണ് സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ പ്രത്യേകത, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത, എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും അല്ലെ. അതിനൊരു എക്സാമ്പിൾ റഷ്യ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. പഴയ USSR ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇപ്പോ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഒരു എക്സാമ്പിൾ ആണ് USA, അമേരിക്ക ഒരു എക്സാമ്പിൾ ആണ്. അമേരിക്കയിലൊക്കെ നിങ്ങൾക്കറിയാം ഫുൾ കാര്യങ്ങളും കൂടുതലും കൺട്രോൾ ചെയ്യുന്നവരാണ് ഈ ക്യാപിറ്റലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ഇനി ലാസ്റ്റ് വൺ ആണ് മിക്സഡ് എക്കോണമി. മൂന്നാമത്താണ് ഈ മിക്സഡ് എക്കോണമി. ശ്രദ്ധിക്കണേ, ഇന്ത്യ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്, ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുന്നത് 1947 അല്ലേ. ആ സമയത്ത് ഇന്ത്യക്ക് മുൻപിലേക്ക് 2 പ്രധാനപ്പെട്ട ശക്തികളാണ് ലോകത്തുണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് USA ആണ്, രണ്ടാമത്തെ ഭാഗത്ത് ഉണ്ടായിരുന്നത് USSR ആണ്. USSR എന്ന് പറഞ്ഞാൽ റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു പടയാണ് USSR. അപ്പൊ ഇവർ രണ്ടാൾക്കാരും അന്ന് ഫൈറ്റിലാണ്. അവർ രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് യുദ്ധം ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 2 രാജ്യങ്ങൾ, ആര്? ഈ പറഞ്ഞ അമേരിക്കയും നമുക്ക് ആവശ്യമാണ്, ഈ പറഞ്ഞ ആരെയും USSRനെയും നമുക്ക് ആവശ്യമാണ്. രണ്ടാൾക്കാരെയും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വികസനത്തിന്, നമ്മുടെ ഡെവലപ്മെന്റിന് ഇവർ രണ്ടാൾക്കാരും വേണം. ആ സമയത്താണ് ഇന്ത്യ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേരാതെ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ ഫോളോ ചെയ്യുന്ന ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമി, USSRന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് എക്കോണമി, രണ്ടിന്റെയും നല്ല പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യ രൂപപ്പെടുത്തിയതാണ് മിക്സഡ് എക്കോണമി. അപ്പൊ ഇന്ത്യയുടെ മിക്സഡ് എക്കോണമിക്കകത്ത് പ്രധാനമായിട്ട് മക്കൾ ശ്രദ്ധിക്കണം, ഒരേ സമയത്ത് ഈ പറയുന്ന ഗവൺമെന്റിന്റെ അണ്ടർ കൺട്രോളും ഉണ്ട്, അതേപോലെ തന്നെ ആരും കൂടി ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റും ഉണ്ട്. രണ്ടും കൂടി അടങ്ങിയതാണ് ഇത് ഇന്ത്യയുടെ ഈ മിക്സഡ് എക്കോണമി. അപ്പൊ മിക്സഡ് എക്കോണമിക്കകത്ത് ആരൊക്കെ കാണാം? പ്രൈവറ്റും ഉണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട്? ഗവൺമെന്റും ഉണ്ട്. രണ്ടാൾക്കാരും കൂടി ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏതാണ്? മിക്സഡ് എക്കോണമി. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്കറിയാലോ. ഇതിന്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് മിക്സഡ് എക്കോണമിയാണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്സഡ് എക്കോണമിയാണ്. മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ഓക്കെ, റെഡി. ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കിട്ടോ, ഇതാണ് മിക്സഡ് എക്കോണമി. ഇത് രണ്ടിന്റെയും മിക്സിംഗ് ആണ് അല്ലെ. പബ്ലിക് പ്രൈവറ്റിന്റെ ഒക്കെ തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഈ പറയുന്ന മിക്സഡ് എക്കോണമി ഇതുപോലെ തന്നെ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. മക്കളെ, അതിന്റെ ഫസ്റ്റ് ഫീച്ചേഴ്സ് നോക്ക്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാ നോക്കിയോളൂ, അവിടെ ഫസ്റ്റ് വൺ നോക്കും, കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നുണ്ട് കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. സ്വകാര്യ
മേഖലയും പൊതുമേഖലയും ഉള്ള സഹവർത്തിത്വം രണ്ടുമുണ്ട്. സ്വകാര്യമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, പൊതുമേഖലയുണ്ട്, പ്രൈവറ്റും ഉണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇതുപോലെ തന്നെ പബ്ലിക്കും ഉണ്ട് കേട്ടോ. പബ്ലിക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ് പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗവൺമെന്റിന്റെ കൺട്രോളിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രൈവറ്റും ഉണ്ട്, രണ്ടിനും പ്രാധാന്യമുണ്ട്. അടുത്ത നോക്കണേ, പ്രോഫിറ്റബിലിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ ബിക്കം മെയിൻ ഒബ്ജക്റ്റീവ്സ്. അവിടുത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലാഭേച്ഛയും സാമൂഹ്യ ക്ഷേമവുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അത് രണ്ടുമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ. ഈ കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടില്ല, രണ്ടാൾക്കാരുണ്ട്, പബ്ലിക്കും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ഗവൺമെന്റ് ഉണ്ട്. പിന്നെ അടുത്ത രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തത് പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ, ലാഭേച്ഛയും സാമൂഹ്യ ക്ഷേമവുമാണ് മെയിനായിട്ട് അവരുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞു. ലക്ഷ്യങ്ങൾ അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നോക്കണം, ലാഭം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ലാഭം ഉണ്ടാക്കണം, അതേപോലെ തന്നെ എന്തുകൂടി ഉണ്ടാവണം, ഇതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമം കൂടി ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഇന്ത്യയിലെ ഇന്ത്യൻ റെയിൽവേ ഗവൺമെന്റിന്റെ കൺട്രോളാണ്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നുണ്ട്. അപ്പൊ സോഷ്യൽ വെൽഫെയർ അവിടെ നടപ്പിലാക്കുന്നുണ്ട്, ജനക്ഷേമം അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതേ സമയത്ത് ഇതിലൂടെയൊക്കെ തന്നെ കിട്ടുന്ന ഓരോ ആൾക്കാരിലൂടെയും കിട്ടുന്ന ടിക്കറ്റിന്റെ ഒക്കെ വരുമാനം ഗവൺമെന്റിന്റെ ഒരു വരുമാനം കൂടിയാണ് അല്ലെ. അതിലൂടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ പല രീതിയിലേക്ക് ഗവൺമെന്റിന്റെ മറ്റു പ്രവർത്തനത്തിനകത്ത് ഉപയോഗിക്കാനുള്ള ഒരു പണാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരേ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി അതുപോലെ സോഷ്യൽ വെൽഫെയറിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഈ പറയുന്ന ഈ ഒരു ദിനത്താണ് കാണുക കേട്ടോ. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ മക്കൾ ശ്രദ്ധിക്കണേ, ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ സിസ്റ്റം അല്ലേ, ഇതിനകത്ത് ക്യാപിറ്റലിസത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റിനാണ്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭമാണ് അവർ മെയിനായിട്ട് ലക്ഷ്യം വെക്കുന്നത്. സോഷ്യലിസത്തിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആണ്, ക്ഷേമത്തിനാണ്, ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഈ പറയുന്ന രണ്ടിന്റെയും ലാഭവും വെൽഫെയറും കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് ഇത് മിക്സഡ് എക്കോണമി കേട്ടോ. അതാണ് നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് പോയിന്റിൽ അതാണ് പറഞ്ഞത്. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കാം മക്കളെ. തേർഡ് പോയിന്റ് നോക്കണേ, ഇൻഡിവിജ്വൽ ഫ്രീഡം ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. ശ്രദ്ധിക്കണേ, സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം, അതായത് വ്യക്തികൾക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്. ഇത് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും, വ്യക്തികളുടെ സ്വാതന്ത്ര്യം. അത് ഒരു എക്സാമ്പിൾ നോക്കിയത് ഇന്ത്യക്കകത്തുള്ള പ്രധാനപ്പെട്ട ബിസിനസ്സുകാർ നിങ്ങൾ നോക്കിക്കോളൂ. ഒരുപാട് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ഫ്രീഡം ഉള്ള, ഒരുപാട് വ്യക്തി സ്വാതന്ത്ര്യമുള്ള ബിസിനസ്സുകാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ അവരൊക്കെ ഇതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അംബാനി, അദാനി പോലുള്ള വലിയ വലിയ ബിസിനസ്സുകാർ ഇന്ത്യക്കകത്തുണ്ട്. അപ്പൊ അതും നമുക്കൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് കാണാൻ പറ്റില്ലേ. ഓരോ ആൾക്കാർക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് ബിസിനസ് ചെയ്യാൻ പറ്റൂലേ. അതൊന്നും ഗവൺമെന്റ് അല്ല, സ്വകാര്യ വ്യക്തികൾക്കും എന്ത് ചെയ്യാം. ഇനി അടുത്ത നോക്കണേ, ഫിനാൻഷ്യൽ പ്ലാനിങ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഗവൺമെന്റ് സ്കീംസ് അല്ലേ. അപ്പൊ ഗവൺമെന്റ് പദ്ധതികൾ അല്ലേ, ഗവൺമെന്റിന്റെ പദ്ധതികളിൽ തയ്യാറാക്കുന്നതിന് സാമ്പത്തിക ആസൂത്രണം നടത്തുന്നുണ്ട്. സാമ്പത്തിക ആസൂത്രണം, അതായത് ഗവൺമെന്റ് എന്ത് തരത്തിലേക്കും ഒരു സാധനം ചെയ്യുമ്പോഴും ഗവൺമെന്റ് കൃത്യമായിട്ട് എന്തുണ്ട്, ഒരു കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട്. ഒരു പ്ലാനിങ്ങിന്റെ ബേസ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു കൃത്യമായിട്ടൊരു സാമ്പത്തിക ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിന്റെ സ്കീമുകൾ അല്ലെങ്കിൽ പദ്ധതികൾ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും അങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് മക്കളെ ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് പോയിന്റ്, അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നോക്ക് മക്കളെ, അടുത്ത പോയിന്റ് അവിടെ പറയുന്നുണ്ട്, ഗവൺമെന്റ് റെഗുലേഷൻസ് ഓഫ് കമ്മോഡിറ്റി പ്രൈസ് ഈസ് ഇൻ സർട്ടൻ സെക്ടേഴ്സ്. അതായത് ചില മേഖലകൾക്കകത്ത് സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം കാണാൻ എന്തുണ്ടാവും, ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടാവും. അതായത് മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ രാജ്യത്തിനകത്ത് എന്ത് സാധനങ്ങളും വിൽക്കുമ്പോഴും അതിനകത്ത് ആരുടെ കൺട്രോൾ ഉണ്ടാവും, ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടാവും. അഞ്ചാമത്താണ് ഇത്, ഗവൺമെന്റ് എല്ലാം കൺട്രോൾ ചെയ്യും. അതായത് എന്ത് സാധനങ്ങളും തോന്നുന്ന പോലെ നമുക്ക് സാധനങ്ങൾക്ക് വില കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. വില നിയന്ത്രണം കൃത്യമായിട്ട് ഉണ്ടാവും. അതാണ് ഗവൺമെന്റ് റെഗുലേഷന്റെ ഒരു എക്സാമ്പിൾ കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു എക്സാമ്പിൾ കാണാം കണ്ടോ. സബ്സിഡി സാധനങ്ങളുടെ വില കുറച്ചു സപ്ലൈകോ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. അപ്പൊ അത് എന്ത് ചെയ്യാണ്, സപ്ലൈകോയിലുള്ള സാധനങ്ങളുടെ ഒക്കെ തന്നെ വില എന്ത് ചെയ്യുന്നുണ്ട്, അവർ കുറയ്ക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ടുള്ള എന്താണ്, ഒരു ഗവൺമെന്റിന്റെ റെഗുലേഷന്റെ ഭാഗമായിട്ടാണ് ഒരു വില നിയന്ത്രണം അവിടെ നടത്തുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ മക്കളെ, അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയോളൂ, ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു. അതായത് ഗവൺമെന്റ് ഗീവ്സ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് മനുഷ്യൻ എന്താണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് അല്ലേ, ഈ ഫുഡ് വേണം. ഏറ്റവും പ്രധാനപ്പെട്ട എസെൻഷ്യൽ ഗുഡ്സ് ആണെന്ന് പറയും, ഫുഡ് വേണം, ഡ്രസ്സ് വേണം, അതുപോലെ നല്ല ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതിനൊക്കെയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനാണ്. അപ്പൊ കണ്ടോ, ഗവൺമെന്റ് ഗീവ്സ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു. ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും പോയിന്റുകൾ, 6 പോയിന്റുകൾ ഉണ്ട്. ഈ 6 പോയിന്റുകളാണ് നമുക്ക് എന്തായിട്ട് പറയാനുള്ളത്, ഫീച്ചേഴ്സ് ഓഫ്, ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഓഫ്
മിക്സഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ ഇത്രയാണ്. അപ്പൊ മക്കളെ നിർബന്ധമായിട്ടും എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വെച്ചോളാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്തിനകത്ത് നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളെ കമന്റുകൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. ഇനി എത്തരത്തിലേക്കുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന 4th ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കോണമി, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ഭാഗത്ത് മക്കൾക്ക് ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എന്ന് കൃത്യമായിട്ട് അവിടെ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അപ്പൊ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഈ ഓണം എക്സാമിന് ഫുൾ മാർക്ക് നമുക്ക് നേടണം മക്കളെ. സോ താങ്ക് യു എവരിവൺ. ബൈ ബൈ ബൈ. ജെസ്സി ആണ്. കാണാം മക്കളെ, ലൈവിൽ കാണാം, പബ്ലിക് ലൈവിൽ കാണാം. സോ ബൈ എവരിവൺ. ബൈ ബൈ ബൈ.